പിന്നില്ലേ നമ്മളിങ്ങനെ എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അത് മാത്രമല്ല, വീട്ടിൽ കറി വെക്കാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ടേസ്റ്റോട് കൂടി നമുക്ക് ചോറ് കഴിക്കുകയും വേണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിലേക്ക് 2 പച്ചമുളക്, ചെറുതായി അരിഞ്ഞ ഉള്ളി, ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് പൊട്ടാറ്റോ ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ മടി പിടിച്ച സമയങ്ങളിൽ മാത്രമല്ല, കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു അനിയനായിട്ടൊക്കെ വരും ഇത്. പക്ഷേ നമ്മൾ സാധാ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാ നമ്മൾ റേഷൻ കടയിലെ അരിയോ പൊന്നി റൈസോ എന്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ കളറൊക്കെ മങ്ങണം കേട്ടോ. കുറച്ച് കരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്ത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് നമ്മൾ സാമ്പാർ പൗഡറാണ് കേട്ടോ. നിങ്ങൾ ഒത്തിരി ചോറ് ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചധികം സാമ്പാർ പൊടി ചേർത്തോളൂ. ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാർ പൊടി കേട്ടോ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ലാസ്റ്റ് മല്ലിയിലയും കൂടി വേണമായിരുന്നു, പക്ഷേ അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.